ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മുടെ മൂന്നാർ വ്ളോഗിൻ്റെ 4ാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എല്ലാ വ്ളോഗിലെയും പോലെ തന്നെ രാവിലെ റൂമിൽ നിന്ന് തന്നെയാണ് ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും അവരുടെ സാധനങ്ങളൊക്കെ വാരിപ്പറക്കി പോകാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് മൂന്നാറിനോട് ടാറ്റ ബൈ ബൈ പറയും കൂടെയാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് റിപ്പിൾ ടീ ഫാക്ടറിയിൽ ഒന്ന് പോകണം. അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് 1-2 സ്ഥലങ്ങളിലും കൂടെ ഇറങ്ങണം. അത് കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് തിരിച്ച് വീട്ടിലോട്ട് വെച്ച് പിടിക്കണം. ഇതാണ് പരിപാടി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ റിപ്പിൾ ടീ ഫാക്ടറിയിലോട്ടാണ് ആദ്യം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്താണ് ചോക്ലേറ്റ് ഫാക്ടറി, ചെറിയൊരു ചോക്ലേറ്റ് ഫാക്ടറി ഷോപ്പൊക്കെ ആയിട്ട് അവരൊരു ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടോട്ട് കയറണം. അതുപോലെ തന്നെ എന്താണ് സിപ്പ് ലൈനിൽ കയറി ഒന്ന് തലയൊക്കെ കറങ്ങി അടിച്ച് വരണം ഗെയ്സ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. പിന്നെ ഫുഡ് അടി അത് മെയിനാണല്ലോ. അങ്ങനെ നമ്മളിതാ റിപ്പിൾ ടീ മ്യൂസിയത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഫാക്ടറി, മ്യൂസിയം, അതുപോലെ തന്നെ അവരുടെ ഒരു ഔട്ട്ലെറ്റും കൂടെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെന്താണ് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഫസ്റ്റ് ഇതാ കയറാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്, റാഷിദ്. അത് നോക്കിയത് എന്താണ് സംഭവം എന്നൊക്കെ നോക്കി അന്തം വിട്ട് പോകുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു വലിയ ആൾക്കാർക്ക് 100 രൂപയും കുഞ്ഞു മക്കൾക്കാണെങ്കിൽ എന്താണ് പെർ ഹെഡിന് 40-60 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. പിന്നെ അങ്ങനെ ഇതാ ഫസ്റ്റ് വന്ന് കയറുമ്പം തന്നെ കുറേ തലകളും അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു പണ്ട് രാമുവിൻ്റെ കാലത്തല്ല ഗീസ്, പണ്ട് നമ്മുടെ എന്താണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ സാധനങ്ങൾ അവരിവിടെ നിന്ന് ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുകളിലായിട്ട് മണ്ടയിൽ കുറേ കുറേ ജീവികളുടെ തലകളും എടുത്ത് പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, പക്ഷേ എന്താണ് ചിലതൊന്നും മനസ്സിലാവത്തില്ല. പിന്നെ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് നമ്മളെന്താണ് ഉണ്ണക്കണ്ണ് ഉരുട്ടി പിടിച്ചെന്നെ നോക്കി വായിക്കണം. ഈ സാധനത്തിന് എൻ്റെ ബുദ്ധി വെച്ച് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചതെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ പണ്ട് ഇതേ കണക്കത്തെ ജിമ്മൊക്കെ പണ്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഉപയോഗിക്കാനായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന സാധനമാണെന്നാണ്. പിന്നെ ഞാൻ ആ പടം കണ്ടപ്പോഴാണ് ഞാൻ ബാക്കി കാര്യങ്ങൾ ഊഹിച്ചെടുത്തത് ഗെയ്സ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടോ കുറേ തലകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒറിജിനലാണ്, അതിൻ്റെയൊക്കെ ഫോസിൽസ് ആണ് കേട്ടോ ഇത്. പക്ഷേ എന്താണ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴത്തേനും കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ പേടിച്ചു പോകും. എൻ്റെ ഇസുവിനാണെങ്കിൽ പിന്നെ ഭയങ്കര ധൈര്യമായതുകൊണ്ട് അവൾ ഒറ്റ നോട്ടത്തിനെ പേടിച്ച് പിന്നെ പമ്മി എൻ്റെ കയ്യിലിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും റെഡിയായി കേട്ടോ. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഇതിൻ്റെ ബേക്കിൽ തന്നെ അവരുടെ ഔട്ട്ലെറ്റ് വരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അവിടെ നിന്ന് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി മാത്രം വരികയാണെങ്കിൽ നമുക്ക് മ്യൂസിയത്തിൽ കയറണമെന്നില്ല. എന്താണ് ആ സൈഡിൽ കൂടെ എന്താണ് അവിടെ പോയിട്ട് അവിടെ നിന്ന് സാധനം ഡയറക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാം കേട്ടോ. ഇല്ല നമുക്ക് മ്യൂസിയത്തിൽ കയറണമെങ്കിൽ മാത്രം ടിക്കറ്റ് എടുത്താൽ മതി, ഔട്ട്ലെറ്റിൽ വരുന്നതിന് ടിക്കറ്റ് എടുക്കേണ്ട കേട്ടോ. അപ്പോൾ ഇവരൊരു ഡോക്യുമെൻ്ററി റൂമാണ് ഇത് കേട്ടോ. അവിടെ എന്താണ് എൻ്റെ അകത്ത് എന്താണ് ഡോക്യുമെൻ്ററി അവരുടെ എന്താണ് ഇതിൻ്റെ ടീ ഫാക്ടറിയുടെ കാര്യങ്ങളോ അതുപോലെ തന്നെ അവരുടെ എന്താണ് ഈ സാധനത്തിൽ എന്താണ് പറയുന്നത് എസ്റ്റേറ്റ്, നമ്മളെ ഈ തേയില എസ്റ്റേറ്റിൻ്റെ കാര്യങ്ങളും എല്ലാം എന്താണ് പണ്ട് മുതലുള്ള ചരിത്രം മൊത്തം ഇവരുടെ ഡോക്യുമെൻ്ററി ആയിട്ട് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരുന്നതാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ എന്താണ് ഞങ്ങൾ കുറച്ച് കയറി അപ്പോഴേ തന്നെ അതിൻ്റെ അകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി അപ്പോഴേ തന്നെ ഇറങ്ങി. ഭയങ്കര ബോറടിയായിരുന്നു കേട്ടോ, കാണാനും തോന്നില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് അത് കാണുമോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് കാണാം. പക്ഷേ ഞങ്ങൾക്ക് എന്തായാലും വലിയ ഇത് തോന്നിയില്ല, അതുകൊണ്ട് നമ്മൾ അപ്പോഴേ പോയ പോലെ തിരിച്ചിറങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ ഇവിടെ എന്താണ് ഭിത്തിയിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ, മൂന്നാർ ടീ മ്യൂസിയത്തിൻ്റെ കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ വീഡിയോ മാത്രമേ എടുത്തോളൂ, വായിക്കാനൊന്നും നിന്നില്ല ഗെയ്സ്. വീഡിയോ എടുത്ത ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഈ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ആ റൂമിൽ തന്നെ എന്താണ് അടുത്ത സൈഡിൽ ഇങ്ങനെ ഇതേപോലെ കുറേ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് കണ്ട് പോവാം. ഇതൊന്നും നമ്മൾ നേരിട്ട് കണ്ട സാധനങ്ങളൊന്നും അല്ല. നമുക്കിതിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു സംഭവം എന്താണ് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു.
ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ വീഡിയോയ്ക്ക് നല്ല ആട്ടം വരുന്നുണ്ട് ഗേസ്. എന്തൊരു ഓപ്ഷൻ ഓണാക്കി ഇടണമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്തില്ല ഗേസ്. എനിക്ക് അറിഞ്ഞൂടായിരുന്നു. എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് അത് ഇഷ്ടം പറഞ്ഞത് ഇന്നൊരു സാധനം ഉണ്ടത് അതുകൊണ്ട് തന്നെ നല്ല ആട്ടമുണ്ട്. പക്ഷേ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാമേ. അതൊക്കെ കണ്ടു വന്നപ്പോഴാണ് ഗേസ് ഫിത്തിൽ നമ്മളെ കരം തീർത്ത രസീത് ഒട്ടിച്ച് വെച്ച കണക്ക് കുറേ സാധനം എനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിഞ്ഞുകൂടാട്ടോ. അതും കണ്ട് വന്നപ്പോഴത്തേനുമാണ് നമ്മുടെ പണ്ടത്തെ തമിഴ് സിനിമയിലെ മറ്റെന്താണ് മണിച്ചിത്രത്താഴിൻ്റെ തമിഴ്, അതിൻ്റെ അകത്ത് ഉള്ള വിളക്ക് കണക്കത്തൊരു സാധനം കണ്ടത്. അങ്ങനെ ഞാൻ അതിൻ്റെ കുറേ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ കുതിരയെ കണ്ടപ്പോഴേ എനിക്ക് ഓർമ്മ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ പണ്ടൊക്കെ ഉള്ള സിനിമകളിൽ മറ്റേ അവരുടെ പ്രൊഡക്ഷൻസിൻ്റെ ഒരു ലോഗോ കാണിക്കുമല്ലോ, ഏതോ ഒരു പ്രൊഡക്ഷൻസിൻ്റെ ലോഗോ വരുമ്പം അതിലുള്ളൊരു കുതിര തന്നെയാണ് ഗീസ് എനിക്ക് ഓർമ്മ വന്നത്. പിന്നെ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും നല്ല തിരക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല നല്ല തള്ളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇംഗ്ലീഷുകാരാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നല്ല തള്ളിനൊക്കെ അവർ മിടുക്കരാണ്, നല്ല തള്ളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഇങ്ങനെ വന്നപ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാധനം വരുന്നത് കേട്ടോ. ഇത് നമ്മുടെ ബാത്ത് ടബാണ്, മറ്റേ എന്താണ് തടിയിലുണ്ടാക്കിയതാണ് കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ ഓരോന്ന് എന്തൊക്കെയാണെന്ന് ഞാൻ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ഇക്കായാണ് എനിക്ക് വീഡിയോ എടുത്തുന്നത്. അവിടെ നോക്കിയപ്പോൾ ഒരു കണ്ണാടി, പിന്നെ അതിൻ്റെ അകത്ത് കുറേ ഷോയൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ പോണത്. നമ്മളിതാ ഫാക്ടറിയിലോട്ട് കയറാനായിട്ട് പോകാൻ കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇങ്ങനെ അവർ എനിക്ക് തോന്നുന്നു 12 മണിക്കാണ് നമ്മൾ ചെന്നപ്പോഴത്തേനും അടുത്ത് ആ ഡോറ് ഓപ്പൺ ആക്കിയെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കുകയും നല്ല തിരക്കുണ്ട്. ഇനിയിപ്പം ഇവിടെ നിന്ന് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാനും പറഞ്ഞ് അവർ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞൊക്കെ തരും കേട്ടോ. അതൊക്കെ കണ്ട് ഇനി പോവാം. Every 7 days monthly. In off season, every 15 days. But same leaf, many coconut tea, white tea, green tea, orthodox black tea, CDC black tea, same leaf. But processing different. Only the top bird. So this small bird, only healthy bird only can planning sunlight run. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരാൾ നിൽപ്പുണ്ടായിട്ട് അവരെന്താണ് തേയില ചെടിയിൽ നിന്ന് തേയില എടുക്കുന്നത്, അത് തന്നെ എന്തെല്ലാം വെറൈറ്റീസ് ആണുള്ളത്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കുറച്ചെല്ലാം നമുക്ക് ആ ഒരു കിട്ടുന്ന ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ ഉള്ളതിൽ അവരെല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ ഘട്ടത്തിലൂടെ തേയില നമ്മൾ അവസാനം കാണുന്ന ആ പൊടി എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് കൺമുന്നിൽ നമുക്കിതെല്ലാം ഓരോരോ ഘട്ടത്തിലൂടെ കാണാൻ പറ്റും കേട്ടോ. നമുക്കൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം നമ്മളിതൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ കാണുന്ന തേയില വാങ്ങിക്കുന്നു, നമ്മൾ ചായയും കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷേ ഇത് ഓരോരോ ഘട്ടത്തിലൂടെ വരുന്ന ലാസ്റ്റ് ആ പൊടിയാവുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഒരു രസമാണ് കേട്ടോ കാണാനായിട്ട്. ഞാനും കുറേ നേരം ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളും പയ്യെ നമ്മളെ ചെറിയ ഫോണൊക്കെ വെച്ച് നമ്മളും വീഡിയോ ഒക്കെ എടുത്തെടുത്ത് ഇങ്ങനെ പോവേണം.
നമ്മളിത് അവരുടെ ഔട്ട്ലെറ്റിലോട്ട് വന്നിട്ടുണ്ട്. നോക്കിയപ്പോഴത്തേനും ഇതാ പല വെറൈറ്റി തേയിലകൾ അങ്ങ് നേരത്തെ വെച്ചിട്ടുണ്ട്. ഇത്രയും ഐറ്റം തേയിലകളുണ്ടെന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പേരുകളൊക്കെ കേൾക്കുന്നത്, അതുപോലെ തന്നെ അത് കാണുന്നതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ നമ്മുടെ ഓഫറുകൾ കൊടുത്തേക്കുന്നു. അങ്ങനെ ഞാൻ പിന്നെ എവിടെയൊക്കെ ഓഫറുണ്ട് അതെല്ലാം ഇങ്ങനെ തപ്പിപ്പിടിച്ച് നടക്കുമായിരുന്നു. ഓഫറിൽ നിന്ന് തന്നെ ഞാൻ കുറേ തേയില വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഓഫറിൽ നിന്ന് നമുക്ക് എടുക്കുമ്പോൾ നല്ല ലാഭത്തിന് എടുക്കാൻ പറ്റും. മറ്റൊന്നും കുഴപ്പമില്ല, പക്ഷേ നമുക്കിത് ഓഫറിനാണെങ്കിൽ നല്ല ലാഭമുണ്ട് കേട്ടോ. മിക്കവാറും സ്ഥലങ്ങളിലെ സാധനങ്ങളൊക്കെ തീരാറായി ഇരിപ്പുണ്ടായിരുന്നു ഓഫറിൻ്റെ ഇതിൽ. അല്ലാത്തതിലും ഉണ്ട് കേട്ടോ. ഈ ഓഫർ മാത്രം എല്ലാവരും തപ്പിപ്പിടിച്ചെടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ തന്നെ നമുക്ക് റെസ്റ്റൊക്കെ എടുത്ത് വല്ല ഐസ്ക്രീമോ ചായയൊക്കെ കുടിക്കാനായിട്ട് ചെറിയൊരു സ്ഥലം അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ വെറുതെ അവിടെ ഇരുന്ന് സമയം കളഞ്ഞില്ല. കാരണം നമുക്ക് ഇത്തിരി കട്ടിക്കെന്തെങ്കിലും അകത്തോട്ട് ചെല്ലണം. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വെളിയിലോട്ട് പോയി എവിടെന്നെങ്കിലും എത്തി ചോറ് വാങ്ങിച്ച് തിന്നാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുവാണ് കേട്ടോ. അത്യാവശ്യം അവിടെയും നല്ല തിരക്കൊണ്ട് ഇരിക്കാനൊന്നും സ്ഥലമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ വന്ന പോലെ ഫാക്ടറിയുടെ അകത്തുനിന്ന് തന്നെ നമ്മൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുവാണ്. ഇവിടെ പിന്നെ വേറെ വലിയ സംഭവങ്ങളൊന്നും കാണാനില്ല. പിന്നെ ഉള്ളത് ചെറിയൊരു ഗാർഡൻ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ മെഗലിലോട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ കയറില്ല. കാണാൻ വിശന്ന് കണ്ണ് കാണാൻ വയ്യ ഗൈസ്. ഇനിയിപ്പോൾ നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം. അതേ ഉള്ളൂ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ എല്ലാ ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടാക്കി കാണാം എന്നും പറഞ്ഞിതാ നമ്മൾ ഇറങ്ങാനായിട്ട് വന്നതാണ്. വന്നതുപോലെ തന്നെ തിരിച്ച് മലകൾക്കിടയിലൂടെ വീണ്ടും പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എങ്ങും കടകളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ മൂന്നാർ ടൗണിൽ പോയാലേ നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിച്ചേക്കുവാണ്. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോസ് കാണാമേ. അങ്ങനെ നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ പോയി ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഊണ് കഴിക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ചെന്ന് നോക്കി. അത്യാവശ്യം കുഴപ്പമില്ല, വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡിൻ്റെ റേറ്റ് ആയാലും നോർമൽ റേറ്റാണ്, വലിയ റേറ്റ് കൂടുതലും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നിറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് ഇനി അല്പം മധുരമാകാമെന്ന് കരുതി നമ്മൾ നേരെ വന്നത് മാക്കോഫയിലോട്ടാണ് കേട്ടോ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. കുറേ ചോക്ലേറ്റുകൾ നേരത്തെ വെച്ചേക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കുന്നു. പക്ഷെ അവർ പറഞ്ഞല്ല, ഇത് കാണാൻ ഒരുപോലെയാണെങ്കിൽ ടേസ്റ്റ് എല്ലാം വെറൈറ്റി ആയിരിക്കുന്നു. അങ്ങനെ ഇവിടെ നിന്ന് കുറേ ചോക്ലേറ്റൊക്കെ വാങ്ങി സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മാക്കോഫിൽ കയറാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഷോർട്സിലിടാം. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ സിപ്പ് ലൈനിലോട്ടാണ് കേട്ടോ വന്നത്. ഇത് പോയിട്ട് നമ്മൾ ഇറങ്ങുന്ന വീഡിയോയാണ്. ഇത് മാത്രം ഞാൻ തലതിരിച്ചെടുത്തിട്ടുള്ള ഗെയ്സ്. ബാക്കിയെല്ലാം ഞാൻ ഷോർട്സിലിടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഇതും ചോക്ലേറ്റിൻ്റെ അതൊക്കെ നമ്മൾ ഷോർട്സിലായിട്ട് അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ മൂന്നാർ വ്ളോഗ് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ മൂന്നാർ ദിവസങ്ങളെല്ലാം എൻജോയ് ചെയ്ത് കഴിഞ്ഞായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വട്ടവള, അതുപോലെ തന്നെ ബോട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ നമ്മുടെ റൂംസിൻ്റെ കാര്യങ്ങളും അതെല്ലാം ആയിട്ട് പ്രത്യേകിച്ചൊരു വ്ളോഗായിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.